കൊച്ചിയിൽ വ്യാപകമായ ലഹരി മരുന്ന് പരിശോധനയും ഇന്ന് നടക്കുന്നുണ്ട്. ഹോട്ടലുകളിലും ലോഡ്ജുകളും കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധന. പുതുവത്സര ആഘോഷത്തിനായി ലഹരി എത്തിക്കാനുള്ള സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന. കഴിഞ്ഞ ദിവസങ്ങളിൽ മാരക ലഹരി മരുന്നുമായി ഏതാനും പേരെ നഗരത്തിൽ പിടികൂടുകയും ചെയ്തിരുന്നു. ബിനിൽ വിവരങ്ങളുമായുണ്ട്. ബിനിൽ, ഈ പുതുവത്സരാഘോഷങ്ങൾക്ക് ലഹരി കേരളത്തിലേക്ക് പമ്പ് ചെയ്യുക എന്നത് സാധാരണ നിലയിൽ സമീപകാലത്ത് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ വലിയ ഇടപാടുകൾ അവിടെ നടന്നു? അതിന് തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പിടികൂടിയിട്ടുണ്ടോ? രതീഷ്, ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് രാസലഹരികൾ വ്യാപകമായ രീതിയിൽ കൊച്ചി നഗരത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടുമെന്നത് പോലീസിന് കൃത്യമായ വിവരങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നല്ല ഈ പരിശോധന തുടങ്ങിയത്. കഴിഞ്ഞ 2 ദിവസമായി രഹസ്യമായി പോലീസ് ചില പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു. അത് സ്ഥിരമായി ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ നടത്തുന്നവർ, ലഹരി ഇടപാട് നടക്കുന്ന പഴയ കേന്ദ്രങ്ങൾ, അവിടെയൊക്കെയാണ് പരിശോധന നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട രാസലഹരി കേസുകൾ, നിരവധി കേസുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കൂടുതൽ പ്രകടമായ രീതിയിലേക്ക് ആ പരിശോധന പോവുകയാണ് ചെയ്തിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ കൊച്ചി നഗരത്തിൽ ഏതാണ്ട് 60 സ്ഥലങ്ങളിൽ ഒരേ സമയം പോലീസിൻ്റെ പരിശോധനയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. കൊച്ചി നഗരത്തിലെ ഏതാണ്ട് 250ഓളം പോലീസുകാരാണ് ഈ പരിശോധനയുടെ ഭാഗമായിട്ടുള്ളത്. നിരവധി സ്ഥലങ്ങളുണ്ട്, ഹോട്ടലുകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്, അതോടൊപ്പം തന്നെ ചില മസാജ് പാർലറുകളുണ്ട്. അങ്ങനെ വ്യാപകമായ ഒരു പരിശോധന തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നിരിക്കുന്നത്. ഇതിൽ നിരവധി കേസുകൾ. പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തേക്ക് ലഹരി കടത്ത് വലിയ തോതിൽ ഉണ്ടാകുന്നു എന്ന് സംബന്ധിച്ച പരിശോധനകൾ നടക്കുകയാണ്.